സമയത്ത് അവള് വന്നിട്ടില്ല. വിളിച്ചിട്ടോട്ട് എടുക്കുന്നുമില്ല. ഇനി അവള് വരത്തില്ല അമ്മേ. എനിക്കും അങ്ങനെയാ മോളെ തോന്നുന്നേ. അല്ലെങ്കിൽ കണ്ണനെങ്കിലും അവള് വിളിക്കാതിരിക്കോ? വാ. ആ, മോനായിരുന്നോ? ഇതുവരെ അവര് വന്നില്ലേ? ഇല്ലടാ മോനെ. ആ സാഗറിന്റെ നമ്പർ ഉണ്ണിയേട്ടന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. അയാൾക്കൊപ്പം അവള് പോയെന്ന ഞങ്ങക്ക് സംശയം. ഉണ്ണിയേട്ടൻ അയാളെന്ന് വിളിച്ചു നോക്ക്. വിളിക്കണോ? ഒന്ന് വിളിക്കടാ. അവനോടൊപ്പം അവളുണ്ടെങ്കി ഉണ്ടെന്ന് പറയാൻ പറ. അതോടെ ആ സംശയം അങ്ങ് തീരുമല്ലോ. അവളുടെ ഇവിടുത്തെ ജീവിതവും. ശരി, ഞാൻ വിളിച്ചോക്കാം. അവൻ ഔട്ട് ഓഫ് റേഞ്ചാ. ഓ, അപ്പൊ റേഞ്ച് ഇല്ലാത്ത ഏതോ സ്ഥലത്തേക്ക് അവളെയും കൊണ്ട് അവൻ മുങ്ങി. 1000 തവണ ഞാൻ പറഞ്ഞതാ അവനെ സൂക്ഷിക്കണമെന്ന്. അമ്മ എന്തിനാ അങ്ങനൊക്കെ പറയാൻ പോകുന്നത്? അവൾ അവനൊപ്പം ഒളിച്ചോടി പോണെന്നുള്ളതല്ലേ നമ്മുടെ ആഗ്രഹം. എന്നാലും അതല്ലല്ലോ മോളെ. കണ്ണന്റെ കാര്യത്തില് നമുക്കൊരു ശ്രദ്ധയുണ്ടെന്ന് അവന് തോന്നണ്ടേ? ആ നേരത്തൊക്കെ അത് പറയുന്നവരെ മുഴുവൻ കഴുതകളാക്കുന്ന രീതിയിലല്ലേ അയാൾ സംസാരിച്ചോണ്ടിരുന്നത്. ഇനിയിപ്പോ തിരിച്ചടി കിട്ടുകയാണെങ്കിൽ അത് സ്വന്തം അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണെന്ന് കരുതിയാൽ മതി. കല്യാണം കഴിഞ്ഞ ശേഷം അയാൾക്കും അവൾക്കും എന്തൊരു അഹങ്കാരമായിരുന്നു. അപ്പൊ പിന്നെ ഇതുപോലൊരു മറുപടി ദൈവം കൊടുക്കാതിരിക്കോ? ആ, ഞാൻ അവന്റെ മനസ്സിനെ ഒന്നുകൂടെ ചൂട് പിടിപ്പിക്കട്ടെ. ഇനി അവള് മടങ്ങി വന്നാലും അവളെ പഴയ പോലെ കണ്ണം വിശ്വസിക്കരുത്. എങ്ങനെയെങ്കിലും അവളെ തിരിച്ചിങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീടിനകത്ത് മനസ്സമാധാനത്തോടെ ജീവിക്കായിരുന്നു. എന്തായി മോനെ, അവളെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ കണ്ണീ കണ്ടവന്മാരുമായിട്ട് അവളെ വിടരുതെന്ന്. അങ്ങനെ വിട്ടാലേ ഇതാ കുഴപ്പം. വിളിച്ചാ കിട്ടില്ല. ഇനിയിപ്പൊ കുറെ കഴിഞ്ഞിട്ട് കേറി വരും. വൈകിയതിനെ ഓരോരോ കാരണങ്ങളും പറഞ്ഞുണ്ട്. അങ്ങനെ അയാൾ എന്തെങ്കിലും കാരണം പറയുന്നുണ്ടെങ്കിലേ അതിൽ 100% സത്യമായിരിക്കും. നീ എന്തിനാ മോനെ അവളെ ഇങ്ങനെ കണ്ണു അടച്ച് വിശ്വസിക്കുന്നത്? എന്റെ ജീവിതത്തിൽ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന 2 പേരെ ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവര് പോയി. പിന്നെ എനിക്കുള്ളത് അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാ. അതിനുശേഷം എനിക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള് ഈ വീട്ടിലേക്ക് വന്നു, എന്റെ ഭാര്യയായിട്ട്. അയാളെപ്പറ്റി ആരെന്ത് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാലും അതെനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. എടാ, നീ ഇങ്ങനെ അവളെ കണ്ണു അടച്ച് വിശ്വസിക്കുന്നോറുവേ അവള് നിന്നെ വേദനിപ്പിച്ചിട്ട് അവളുടെ പാട്ടിന് പോവും. അങ്ങനെ പോവാണെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം. അമ്മയ്ക്ക് അതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. എന്റെ മഹിയെ പറ്റി ആരും മോശമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ലേ? അവളിന്നും വന്നില്ലെങ്കിലോ? അങ്ങനെ വരാതിരിക്കാൻ എന്താ? അയാൾക്ക് ആരെങ്കിലും അപകടം ഉണ്ടാക്കുന്ന മുൻകൂട്ടി അമ്മയോട് പറഞ്ഞായിരുന്നു. അയ്യോ, വെറുതെ ഓരോന്നും പറയലേ മോനെ. സാഗറിനൊപ്പം മഹി പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണ്. അതിന്റെ പേരിൽ അമ്മയുൾപ്പെടെ പലരും അയാളെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് സാഗറിനൊപ്പം അയാൾ യാത്ര ചെയ്യുന്നില്ല എന്ന് എന്നോടൊരു ദിവസം പറഞ്ഞായിരുന്നു. അത് വേണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അതിന്റെ ആവശ്യം എന്താ? സാഗറിന്റെ സ്ഥാനത്ത് കമ്പനി ഡ്രൈവർ ആയിരുന്നില്ലേ എന്നെ അയാളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? അയാളെന്താണല്ലേ? അങ്ങനെ ഓരോരോ ആൾക്കാരെ ചേർത്ത് മഹിയുമായിട്ട് കഥയുണ്ടാക്കിയാൽ അയാൾക്ക് പിന്നെ എവിടെ യാത്ര ചെയ്യാൻ പറ്റില്ല. പരസ്പര വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ. എനിക്കെന്റെ ഭാര്യ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്റെ മനസ്സിനകത്ത് വിഷം കുത്തി നിറയ്ക്കാൻ ആരും ശ്രമിക്കാൻ വേണ്ട. അതിനൊന്നിനും കാലണയുടെ വില ഞാൻ തരില്ല. എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. നീ നിന്റെ ഭാര്യയെ അന്ധമായിട്ട് വിശ്വസിക്കുന്നതിന്റെ പേരിലേ അവസാനം നിനക്ക് കരയേണ്ടി വരരുത്.
എനിക്കത്രയേ ഉള്ളൂ. ഇനി അയാൾ എന്നെ വിളിക്കുമ്പോ എന്നെ കിട്ടണ്ട. വിളിക്കുമ്പോ കിട്ടാതിരിക്കുമ്പോഴുള്ള ടെൻഷൻ എന്താണെന്ന് അയാളും അറിയട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.